ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നല്ല തട്ടുകടയിൽ നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടുന്ന നല്ല മൊരിഞ്ഞ പരിപ്പോടെയാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയണ്ടേ? അപ്പോൾ നമ്മളെ വീട്ടിൽ അതിൻ്റെ റെസിപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. ഗോ ത്രൂ ദ വീഡിയോ. ഇവിടെ ഇപ്പോൾ 200 ഗ്രാം ചെറിയ ഉള്ളിയും 5 പച്ചമുളകും 50 ഗ്രാം ഇഞ്ചിയും പിന്നെ നല്ല നാടൻ കറിവേപ്പിലയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളിയും പച്ചമുളകും നന്നായി അരിഞ്ഞതിന് ശേഷം നമ്മളിവിടെ കറിവേപ്പിലയും ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 കിലോ കടലപ്പരിപ്പാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. പരിപ്പ് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ പരിപ്പിപ്പോൾ നമ്മൾ ചെറിയ ജാറായതുകൊണ്ട് തന്നെ അതിൽ ഓരോരോ സെക്ഷനായിട്ടാണ് നമ്മളിപ്പോൾ അരച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ പരിപ്പ് അരച്ചെടുക്കുക എന്നുള്ളൊരു പ്രക്രിയ നമുക്ക് പ്രധാനമായിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും പരിപ്പ് അരച്ചെടുക്കുന്നത് കാണാം. ഇത് പരിപ്പ് അരച്ചതിനുള്ള ഒരു പാകമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ പാകത്തിനാണ് നമ്മൾ പരിപ്പ് അരയ്ക്കേണ്ടത്. ഇതിന് ശേഷമാണ് നമ്മൾ ചുമന്ന മുളകും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും കൂടെ അരച്ചത് ഈ മിക്സിനോടുകൂടി ചേർക്കുന്നതായിരിക്കും. ഇത് നമ്മൾ നേരത്തെ അരച്ചു വെച്ച പരിപ്പും ഉള്ളിയും പിന്നെ നമ്മുടെ കറിവേപ്പില ഇഞ്ചി എല്ലാം കൂടെ ചേർത്തത് കൂടെ ഇപ്പം വന്ന മിക്സും കൂടെ ഇട്ട് നമ്മൾ ചേർക്കുന്നതാണ് കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ചേട്ടനാണ് കേട്ടോ ഇതിൽ മിക്സ് ചെയ്യുന്നത്. ഇതിന് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഈ കുഴയ്ക്കുന്നത് നമ്മളിവിടെ. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ ഉപ്പും അതിലുള്ള എല്ലാ മിക്സ്ചേഴ്സും അതൊന്ന് നല്ല രീതിയിൽ മിക്സായി കിട്ടാനായിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം. എന്നാലും നമുക്ക് വടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, നല്ല മൊരിഞ്ഞും കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി ഇവിടെ നല്ല പച്ച വെളിച്ചെണ്ണ നമ്മൾ കടായിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ തിളപ്പിക്കാനായിട്ട്. എണ്ണ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് പാകത്തിന് എങ്ങനെ ഉരുട്ടി ഇടാമെന്ന് ഇവിടെ വീഡിയോയിൽ കാണിച്ചു തരാം. കൈ വെള്ളയിൽ നന്നായിട്ട് പരത്തി വെച്ച് റൗണ്ട് ഷേപ്പ് വരുന്ന രീതിയിൽ നമ്മൾ പരത്തി വയ്ക്കുക കേട്ടോ. അതിന് മുന്നേ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലേറ്റിൽ നമ്മളൊരു റൗണ്ട് ഷേപ്പ് വച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഈ പരത്തിയെടുക്കുന്നത്. നേരെ തന്നെ നമ്മളത് എന്ത് ചെയ്യുന്നു, ഈ തിളച്ച എണ്ണയിലോട്ട് ഇടുകയാണ്. ഇങ്ങനെ തന്നെ നമ്മൾ അടുത്തതും ചെയ്യുന്നുണ്ട്. 2-3 വട്ടം നിങ്ങൾക്ക് ഇതിനെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ആ ഒരു വശം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇങ്ങനെ തന്നെ നമ്മൾ 2-3 ഒരു കടായി തന്നെ നമുക്ക് ഒരു 5 എണ്ണമെങ്കിലും ഒരേ സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ വട മറിച്ചിടാം കേട്ടോ. ഒരു ഭാഗം നമുക്ക് വെന്ത് വരുമ്പോൾ അടുത്ത ഭാഗം നമുക്ക് വെന്ത് വരണമല്ലോ. അപ്പം നമുക്ക് മറിച്ചിടാം കേട്ടോ. ഇവിടെ ഇങ്ങനെ തന്നെ നമ്മൾ ഇടുന്ന ഓരോ വടയ്ക്കും അതിനെ മറിച്ചും തിരിച്ചും ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഈ വടകളെ നല്ല മൊരിഞ്ഞ വടയാവണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വേവിച്ചെടുത്താലേ പറ്റുള്ളൂ കേട്ടോ. നമ്മളതിൻ്റെ ഇടയ്ക്ക് തന്നെ എടുത്ത് കഴിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ കട്ടൻ ചായ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മയുടെയും കുറേ നേരത്തെ കഷ്ടപ്പാടാണ് കേട്ടോ ഈ ഒരു പരിപ്പ് വടയും കട്ടൻ ചായയും എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും കട്ടൻ ചായയും പരിപ്പ് വടയെന്ന് എനിക്കറിയാം. ഇഷ്ടമുള്ളവരെല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കല്ല് കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണേ. നല്ല രുചിയുണ്ട് കേട്ടോ ഈ പരിപ്പ് വട. നല്ല മൊരിഞ്ഞ പരിപ്പ് വടയും നല്ല ചൂട് കട്ടൻ ചായയും കൂടെ വൈകുന്നേരത്ത് കഴിക്കാൻ നല്ലതായിരിക്കും. ചായക്കടയിൽ കിട്ടുന്ന അതേ രുചിയുണ്ട് കേട്ടോ ഈ വടയ്ക്ക്. നമുക്ക് അത്രയും വീട്ടിൽ പ്രതീക്ഷിച്ചിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.